ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ജയപാൽ സുമാരൻ. നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് കണ്ടിട്ടില്ല. കാരണം ഒരല്പം ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ചെയ്തുകൊണ്ടിരുന്ന ഓർഡർ വർക്കുകൾ അതൊക്കെ ഒരല്പം പെൻഡിങ് ഒക്കെ വന്നതുകൊണ്ട് വളരെ ധൃതിയിൽ ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ടും വീഡിയോ എടുക്കാനുള്ള സമയങ്ങളും കാര്യങ്ങളും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീഡിയോകൾ ചെറിയ ഗ്യാപ്പ്, ചെറിയതല്ല, നിങ്ങളെ സംബന്ധിച്ചും എന്നെ സംബന്ധിച്ചും ഒരല്പം വലിയ ഗ്യാപ്പൊക്കെ നേരിടേണ്ടി വന്നു. എന്തായാലും എനിവേ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വരികയാണ്. ഇന്നത്തെ വീഡിയോ ഒരുപാട് മിനിയേച്ചർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കലാകാരന്മാർ എനിക്ക് പേഴ്സണലായിട്ടും എൻ്റെ യൂട്യൂബ് വീഡിയോകളുടെ അടിയിലും ചോദിച്ചിരുന്ന ഒരു മെഷർമെൻറ്റ്സ്, അളവുകൾ, ഒരു ബസ് മിനിയേച്ചറിൻ്റെ അളവുകളാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന വണ്ടി അല്ലെങ്കിൽ ആ ഒരു ബസ് മോഡൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള, വളരെ സുപരിചിതമായിട്ടുള്ള ഒരു മോഡലാണ്. ഇത് ഇഷ്ടപ്പെടാത്ത ഒരു ബസ് പ്രേമിയും ഉണ്ടാവില്ല, ഒരു മിനിയേച്ചർ കലാകാരനും ഉണ്ടാവില്ല ഇത് ഇഷ്ടമല്ലാത്ത. കാരണം അത്രയും നല്ല രസകരമായൊരു മോഡലാണത്, ഒരു പഴയ മോഡലാണത്. അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു വീഡിയോയിലൂടെ ആ മിനിയേച്ചർ ഞാൻ ചെയ്യുന്നതിൻ്റെ അതൊരു ഓർഡർ വർക്കാണ്. അപ്പോൾ ഓർഡർ വർക്ക് മാത്രമല്ല, അത് മറ്റൊരു സസ്പെൻസ് കൂടി അതിൻ്റെ പിന്നിലുണ്ട്. അതുകൂടി കൃത്യമായി കാണിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും നമുക്ക് അതിൻ്റെ നിങ്ങൾക്ക് ചെയ്യാൻ ഉപകരിക്കുന്ന അതിൻ്റെ കൃത്യമായൊരു സ്കെയിൽ, അളവ് പറയുന്നൊരു വീഡിയോ ആണത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് ഞാൻ അളവുകളുമായി എത്തുന്നത് നിങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പഴയകാല അശോക് ലേലൻഡ് ചീറ്റ ബസ് മോഡലാണ്. ഈ ഒരു ബസ് കാണാത്തവരും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പടമെങ്കിലും കാണാത്തവരും ആയി ഒരാളും ഇന്നത്തെ തലമുറയിലുണ്ടാവില്ല, കഴിഞ്ഞ തലമുറയിലുണ്ടാവില്ല. കാരണം അത്രയേറെ വളരെ ഫേമസ് ആയ, നമുക്കെല്ലാം നമ്മൾ കണ്ടും ആരാധിച്ചും ഇഷ്ടപ്പെട്ടും ഒക്കെ വന്നൊരു മോഡലാണ്. പല നാട്ടിലുമുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂർ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായൊരു മോഡലും കൂടെയാണത്. അപ്പോൾ ആ ഒരു മോഡൽ ബസ്സുകൾ ഒരുപാട് എൻ്റെ നാടായ കോട്ടയത്തും പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കൊല്ലം, അങ്ങനെ തുടങ്ങി പല മിക്കവാറും എല്ലാ ജില്ലകളിലും ഉണ്ട്. എങ്കിലും കൂടുതൽ ഫെമിലിയർ ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ ജില്ലകളിലൊക്കെയാണ്. അപ്പോൾ ഞാൻ സസ്പെൻസ് നീട്ടുന്നില്ല, നമ്മുടെ ആ ഒരു ബസ് മിനിയേച്ചർ ഞാനൊന്ന് കാണിക്കാം. ഇതാണ് നമ്മൾ ആ ചെയ്യുന്ന ബസ് മിനിയേച്ചർ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞ, ഇപ്പോൾ ഇതിനെക്കുറിച്ച് വാദോരാതെ ഞാൻ പറഞ്ഞ ആ ഒരു ഡയലോഗുകളുടെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് ആ ഒരു ബസ് മോഡൽ. ഇങ്ങനൊരു ബസ് മോഡൽ അല്ലെങ്കിൽ ഇങ്ങനൊരു ഫ്രണ്ട് ലുക്ക് കാണാത്ത ഒരു പഴയകാല ബസ് പ്രേമി ഉണ്ടാവില്ല, ഇന്നത്തെ ഒരു ബസ് പ്രേമി ഉണ്ടാവില്ല. കാരണം ഒരു ഫോട്ടോയിലൂടെയെങ്കിലും നമുക്ക് സുപരിചിതമാണ്. അപ്പോൾ ഇന്ന് ഞാൻ 13 സെൻറ്റിമീറ്റർ വീതിയിൽ ചെയ്തിട്ടുള്ള ഈ ഒരു ബസ് മോഡൽ, ഈ ഒരു മോഡലിൻ്റെ ഏറ്റവും അഴക് എന്ന് തോന്നുന്നത് ഇതിൻ്റെ ഈ ഫ്രണ്ട് കൗൾ ലുക്കാണ്. ഈ ഒരു നമ്മുടെ അശോക് ലേലാൻഡിൻ്റെ ആ ഒരു എന്താ പറയുക, ട്രഡീഷണൽ മോഡൽ എന്നൊക്കെ പറയാം. ആ ഒരു സ്റ്റൈലിൽ വരുന്ന ഒരു ഗ്രിൽ പോർഷനും, അതിൻ്റെ ചെറിയ ഗ്രിൽ പോർഷനും, പിന്നെ ഹെഡ്ലൈറ്റ് പോർഷനും, ബമ്പർ, ഇതാണ് ഇതിൻ്റെ അഴക്. പിന്നെ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു മോഡൽ ഗ്ലാസ്, അതായത് 2 പീസ് ഗ്ലാസും 2 റൂട്ട് ബോർഡ് ഗ്ലാസ്സുകളുമായിട്ട് ഇങ്ങനെ വരുന്നതുമുണ്ട്. ഇത് ഒറ്റ ഗ്ലാസ്സായിട്ട് വരുന്നതുമുണ്ട്. അതായത് 2 ഗ്ലാസ് തന്നെ ഫുൾ ഗ്ലാസ്സായിട്ട് വരുന്നതുമുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് കൂടുതലും നമുക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് ഇതുപോലെ റൂട്ട് ബോർഡും കൂടെ മുകളിൽ വരുന്ന ടൈപ്പ് വാഹനങ്ങളാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. വണ്ടികൾ, ബസ്സുകൾ ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കാണിക്കുന്ന ഈ മോഡലിൻ്റെ കൃത്യമായ സ്കെയിൽ അളവ് ഞാനിപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് 13 സെൻറ്റിമീറ്ററാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ 13 സെൻറ്റിമീറ്റർ വീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ബസ് മോഡൽ ചെയ്യാനുള്ള അളവുകളാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോയിൽ പറയുന്നതും കാണിക്കുന്നതും. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ഈ വണ്ടിയുടെ ഒരു ഔട്ട്ലുക്ക് ഒന്ന് കാണിക്കാം. ഞാൻ പറഞ്ഞു ഇത് ചീറ്റ മോഡലാണ്.
നമ്മുടെ വൈക്കിംഗ് അത്ര സുപരിചിതമായി വരുന്നതിനൊക്കെ മുൻപുള്ള അശോക് ലേലൻഡ് മോഡലാണ് ചീറ്റ. അപ്പോൾ ഇന്നും ചീറ്റയുണ്ട്, എങ്കിലും അന്ന് ഏറ്റവും കൂടുതൽ ഇറങ്ങിയിരുന്ന ഒരു മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഓവർഹാങ് എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് ബമ്പറിൽ നിന്നും ഫ്രണ്ട് വീലിൻ്റെ സെൻറ്റർ പോയിന്റ്, അതാണ് ഫ്രണ്ട് ഓവർഹാങ് FOH എന്ന് പറയുന്നത്. അതും ഈ ഫ്രണ്ട് വീലിൻ്റെ സെൻറ്റർ ടു ബാക്ക് വീലിൻ്റെ സെൻറ്റർ, അതായത് നമ്മുടെ വീൽ ബേസ് എന്ന് പറയുന്ന ഈ ഒരു അകലവും ബാക്ക് വീലിൻ്റെ സെൻറ്റർ ടു ബാക്ക് ആ ഒരു നീളമായ റിയർ ഓവർഹാങ്, ബാക്കിന് പറയുന്നത് റിയർ എന്നാണ്, അപ്പോൾ റിയർ ഓവർഹാങ്, അപ്പോൾ ROH എന്ന് പറയും. ഇത് മൂന്നും കൂടെ കൂട്ടുന്ന അല്ലെങ്കിൽ ഇത് മൂന്നും കൂടെ ചേരുന്ന ടോട്ടൽ അളവാണ് നമ്മുടെ വണ്ടിയുടെ ടോട്ടൽ നീളം, ബമ്പർ ടു ബമ്പർ നീളം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വണ്ടിയുടെ ഒരു ഫുൾ ബാക്ക് ലുക്ക് ഇതാണ്. ബാക്ക് ലുക്കും ഇതേപോലെ തന്നെ 2 ഗ്ലാസും ഒരു റൂട്ട് ബോർഡ് ക്വാർട്ടർ ഗ്ലാസ്സുമാണ് വരുന്നത്. ബാക്കിന് ഫ്രണ്ടിൻ്റെ അത്രയും ഹൈറ്റ് ഉണ്ടാവില്ല, കാരണം ഈ സൈഡിൽ ഇവിടെ നിന്നും ഒരു ടേപ്പറായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ലുക്ക് വൈസ് നമുക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേക അഴകാണ്. കണ്ടോ, ആകെ ഒരു ഗ്ലാസ്സിനനുസരിച്ച് താഴത്തെ ഒരു പൊക്കം കുറച്ച് കൊടുക്കുമ്പോൾ വളരെ ലുക്കാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ മാത്രമേ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ഫുൾ സംഭവങ്ങൾ ചെയ്യാൻ കിടക്കുകയാണ്. കാരണം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വണ്ടിയുടെ ചേസും ഇതിൻ്റെ പ്ലാറ്റ്ഫോമും കൂടെ ചേർത്തിട്ടുള്ള പോർഷൻ ആക്കി വെച്ചിരിക്കുന്നത്. കാരണം ഇത് നമുക്ക് ഇങ്ങനെ ഒരു കർവ്ഡ് ടോപ്പ് ആയതുകൊണ്ട്, നന്നായിട്ട് കർവ് ചെയ്യേണ്ട ഒരു പോർഷൻ ആയതുകൊണ്ട് നമുക്കിത് വണ്ടിയുടെ സൈഡ് ബോഡി ഫിറ്റിങ്ങിൽ തന്നെ എൻ്റെ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഞാൻ ഈ ടോപ്പ് പോർഷൻ ആദ്യം ഒട്ടിച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് ഇതിൻ്റെ പ്ലാറ്റ്ഫോം പിന്നീട് അടിയിൽ ഒട്ടിച്ച് ചേർക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ മോഡൽ വണ്ടിക്ക് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ KSRTC സൂപ്പർ ഫാസ്റ്റ് അല്ലെങ്കിൽ ഫാസ്റ്റ് പാസഞ്ചർ അല്ലെങ്കിൽ അങ്ങനത്തെ പുതിയ മോഡൽ വണ്ടികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും കർവ്ഡായിട്ടുള്ള ടോപ്പ് അല്ലാതെ കിട്ടുന്നതിനൊക്കെ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ പ്ലാറ്റ്ഫോം എല്ലാം ചെയ്ത് സീറ്റുകളെല്ലാം അതിൽ ഫിക്സ് ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള, അതായത് ഇൻറ്റീരിയർ എല്ലാം ചെയ്തതിന് ശേഷമാണ് ടോപ്പ് ഒട്ടിക്കുന്നത്. അതും വേറൊരു മെത്തേഡ്, വേറൊരു ഓപ്ഷനാണെന്ന് മാത്രം. അത് നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒരല്പം കൂടെ വലുപ്പത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനുള്ളിലൂടെയൊക്കെ കൈയിട്ട് നമുക്ക് സീറ്റെല്ലാം ഫിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ പലർക്കും പല മെത്തേഡാണ്. ഞാൻ എൻ്റെ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അങ്ങനെ തന്നെ അനുകരിച്ച് ചെയ്യണമെന്ന് പറയുന്നില്ല, എങ്കിലും ഒരു മോഡൽ ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ 2 സൈഡ് പോർഷനും ബാക്ക് പോർഷനും ടോപ്പും ബോട്ടവും നിങ്ങൾ കണ്ടല്ലോ. ഇനി ഇതിൻ്റെ ഒരു ചേസ് പോർഷൻ ഇതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിത് ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒട്ടിച്ചിരിക്കുന്നതേ ഉള്ളൂ. ചേസിൻ്റെ ഈ ഒരു ഫുൾ പീസിനെല്ലാം നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഓൾറെഡി ചേസ് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഒട്ടിക്കാറുള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി അത് ചെയ്തു എന്ന് മാത്രം, മുൻപ് ചെയ്തതെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയുടെ ഏകദേശം ലുക്കും കാര്യങ്ങളും വണ്ടിയുടെ രൂപവും അതിൻ്റെ എന്താ പറയുന്നത് ഒരു ഔട്ട്ഫിറ്റ് ലുക്കും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണ്ടത് അളവാണ്. അപ്പോൾ 13 സെൻറ്റിമീറ്റർ വീതിയിൽ ചെയ്യാനുള്ള കൃത്യമായ അളവുകൾ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതൊന്ന് എഴുതിയെടുത്തതിന് ശേഷം അത് കൃത്യമാണോ എന്ന് ഒരു 2-3 ആവർത്തി നിങ്ങളത് കൂട്ടി നോക്കുക. കാരണം നമ്മൾ പറയുന്ന വീഡിയോകളിൽ ചിലപ്പോൾ എനിക്കും തെറ്റുകൾ പറ്റാം. അപ്പോൾ നിങ്ങൾ അതേപടി കോപ്പി ചെയ്ത് എഴുതി അത് തന്നെയാണ് കറക്റ്റ് എന്ന് കരുതിക്കൊണ്ട് പോകരുത്. പലരും അതിന് ശേഷം ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന അളവുകൾ ഒന്നുകൂടി കൂട്ടി എടുത്ത് നിങ്ങളൊരു സ്കെച്ച് പോലെ, ഒരു റഫ് സ്കെച്ച് പോലെ ഒരു പേപ്പറിലോ ബുക്കിലോ വരച്ച് എടുത്ത് നോക്കിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ലുക്ക് നിങ്ങൾ വരച്ചുണ്ടാക്കിയിട്ട് വേണം ഇത് വെട്ടിയെടുക്കാൻ. കാരണം ഇതിൻ്റെ ഷട്ടറൊക്കെ വെട്ടാൻ ഒരു ഇച്ചിരി പണിയുണ്ട്. കാരണം 4 കോർണറും നമുക്ക് കറൂഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊരു അധ്വാനം വേണം ഇതിൻ്റെ ഷട്ടറെല്ലാം വെട്ടിയെടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അളവുകളിലേക്ക് വരാം. ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ പറഞ്ഞ നമ്മളുടെ ഈ ഒരു ബസ് മോഡലിൻ്റെ വീതി ഞാൻ 13 സെൻറ്റിമീറ്ററാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയതല്ല, ഇതിനോടൊപ്പം ചേർത്ത് പറയാമെന്ന് കരുതിയ ഒരു കാര്യമുണ്ട്. ഞാൻ ഈ ബസ് മോഡൽ ഉൾപ്പെടെ മിക്കവാറും ബസ് മോഡലുകൾ ചെയ്യുന്നത് 13 സെൻറ്റിമീറ്റർ വീതിയിലാണ്. കാരണം
എൻ്റെ വർക്കുകളെല്ലാം കൂടുതലും 90% ഓർഡർ വർക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു സൈസ് ഒരു സ്റ്റാൻഡേർഡ് സൈസായിട്ട് ഞാൻ എൻ്റെ ഒരു പ്രൊഫഷണൽ രീതിയിൽ ചെയ്തു കൊടുക്കുന്നു എന്ന് മാത്രം. കാരണം ഇതാവുമ്പോൾ നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് പ്രസൻറ്റ് ചെയ്യാനോ അവരുടെ ടേബിളിന് മുകളിൽ വെക്കാനോ ഷോക്കേസിൽ വെക്കാനോ ഒക്കെ ഉള്ള സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൈസാണ് ഈ 13 സെൻറ്റിമീറ്റർ വീതിയിലുള്ള വണ്ടിയുടെ മോഡലുകൾ. 15 കുഴപ്പമില്ല, പക്ഷേ 15 അല്പം ബൾക്കിയാണ് എന്ന് തോന്നുന്നതുകൊണ്ടാണ് 13ലേക്ക് ഒതുക്കിയത്. ഇതിലും ചെറുതായി പോയാൽ അതൊരു കുറച്ചുകൂടെ ചെറുതായി പോകും എന്ന് തോന്നി. ഈ 13 കറക്റ്റ് ഒരു നല്ലൊരു സൈസാണ്, വീതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 13 സൈസ് വീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാ വർക്കുകളും മിക്കവാറും വർക്കുകളും നമ്മൾ ചെയ്യുന്നത് 2mm 4x ഷീറ്റിലാണ് നമ്മൾ ഈ ഒരു ബോഡി പാർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും 2mm ഷീറ്റ് കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഒരു കൃത്യമായ ബലമുണ്ടോ എന്നുള്ളതാണ് പലരുടെയും സംശയം. അതിന് കൃത്യമായൊരു ഉത്തരം ഞാൻ പറയാം. ഈ 2mm ഷീറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഇത് ഒരു സൈഡ് ബോഡിയാണ്. ഈ സൈഡ് ബോഡിയിൽ നമ്മൾ ആ ഒരു അളവിന് കറക്റ്റായിട്ട് ഷട്ടർ വരച്ചു അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. എടുത്തതിന് ശേഷം ഈ 2mm ഷീറ്റിൻ്റെ ഉള്ളിൽ, അതായത് ഓരോ കുത്തുകാല് എന്ന് പറയും ഈ ഒരു ഷട്ടറിൻ്റെ പീസുകൾക്ക്, കുത്തുകാല് അല്ലെങ്കിൽ വണ്ടിയുടെ യഥാർത്ഥ രൂപം പറഞ്ഞാൽ ഇതിൻ്റെ സ്കൽട്ടൻ, വണ്ടിയുടെ സ്ട്രക്ചർ ബോഡി ചെയ്യുമ്പോൾ ഇവിടെ നിന്നും ഒരു ഫുൾ പീസ് ഇങ്ങനെയാണ് പോകുന്നത്. ആ ഫുൾ പീസിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് നമുക്ക് പണ്ടത്തെ തകിടും തടിയും എല്ലാം ഉപയോഗിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും 8 സെൻറ്റിമീറ്റർ ആയിരുന്നു അതിൻ്റെ തിക്നെസ്. അപ്പോൾ ആ 8 സെൻറ്റിമീറ്ററിനെ നമ്മുടെ ഈ 20ൻ്റെ സ്കെയിലിലേക്ക്, അതായത് ഞാൻ ഈ 13ൻ്റെ സ്കെയിലിൽ പറയുന്നത് കൊണ്ടാണ് 20 എന്ന് പറയുന്നത്. 13 വീതിയിൽ വരുമ്പോൾ നമുക്ക് 20 കൊണ്ടാണ് ഡിവൈഡ് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഈ വീതിനെ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ ഈ 8 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് 4mm ആണ് വരിക. ഇതിൻ്റെ തിക്നെസ്, ഉൾ തിക്നെസ് ഈ കുത്തുകാലിൻ്റെ വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2mm ഷീറ്റിൽ ചെയ്യുന്ന ബോഡിക്ക് അകത്ത് മറ്റൊരു 2mm ഷീറ്റ് നമുക്ക് സ്ട്രിപ്പായിട്ട് ഒട്ടിച്ചാൽ നമുക്ക് ഇതിന് ബലം കിട്ടും. പക്ഷേ നമ്മൾ ഈ സൈഡ് ബോഡി ഞാൻ ഈ പറയുന്ന കാര്യം ഒന്നുകൂടി ശ്രദ്ധിച്ച് എല്ലാവരും കേൾക്കുക. നമ്മൾ സൈഡ് ബോഡി ചെയ്യുന്നത് ഈ 4x ഷീറ്റിൻ്റെ വളയുന്ന വശം കൊണ്ടാണ്. അതായത് ഈ പോർഷൻ വളയും, കണ്ടോ? അതായത് ഇതാണ് വളയുന്ന വശം, ഈ ലെങ്ത് വൈസ് വളയില്ല. അപ്പോൾ നമുക്ക് ഒരു 4x ഷീറ്റിന് വളയുന്ന ഒരു വശവും ഒരു റിജിഡ് ആയിട്ടുള്ളൊരു വശം ഉണ്ടാവും. അത് ഞാൻ മറ്റൊരു എക്സാമ്പിൾ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് എൻ്റെ കയ്യിലിപ്പോൾ ഞാൻ നിങ്ങളെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നതാണ്. ഇതൊരു 2mm ഷീറ്റാണ്. ഈ ഷീറ്റിൽ നിന്നാണ് ഞാൻ ഈ ഒരു വണ്ടിയുടെ സൈഡ് ബോഡി വരച്ച് വെട്ടിയത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് 2mm ആയതുകൊണ്ട് ഇങ്ങനെ വളയ്ക്കാം, പക്ഷേ ഇത് ഒരു പരിധിയിലധികം വളച്ചാൽ ഇത് പൊട്ടിപ്പോകും. അതായത് ഇതാണ് നമ്മുടെ ലെങ്ത് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ നീളം ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ്. പൊക്കം എന്ന് പറയുന്നത്, അതായത് സൈഡ് ഭാഗത്തിൻ്റെ പൊക്കം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വളയും, കേട്ടോ? ഇത് ഈസി ആയിട്ട് വളയ്ക്കും. ഇത് നമുക്ക് ചുരുട്ടിയെടുത്താലും ഇത് പൊട്ടില്ല. പക്ഷേ ഇങ്ങനെ വളച്ചാൽ ഇത് ഒരു പരിധിയിലപ്പുറം കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകും. കാരണം ഇത് റിജിഡ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഇതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്, അതായത് PVC കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ലെങ്ത് വൈസിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ വളയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വളയുന്ന പോർഷനാണ് സൈഡ് എടുത്തിരിക്കുന്നത്. ഇനി അത് നമുക്ക് വണ്ടിയിൽ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് വണ്ടിയുടെ പോർഷൻ. ഈ വണ്ടിയുടെ പൊക്കം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്നും ഇവിടെ വരെയുള്ള പൊക്കവും അവിടെ നിന്ന് ഷട്ടറിൻ്റെ പൊക്കവും അതിന് മുകളിൽ ഒരു 8mm പൊക്കത്തിൽ ഒരു പോർഷൻ, ഒരു ലൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ആണോ? ഈ ലൈനിലാണ് നമ്മൾ സൈഡ് ബോഡിയുടെ പൊക്കമായിട്ട് എടുത്തിട്ടുള്ളൂ, കട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന പീസ്. അവിടെ നിന്നും ഈ വളച്ച് ഇങ്ങോട്ട് ഇപ്പുറം വരെ എടുത്തിരിക്കുന്നത് ഒറ്റ പീസാണ്. അത് നമ്മൾ ടോപ്പിൻ്റെ വീതി പ്ലസ് ഇങ്ങോട്ടുള്ള ഇറക്കം, ഈ 2 ഇറക്കം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വളച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ വ്യക്തമാവും. അപ്പോൾ ഇങ്ങനെ എടുത്തിരിക്കുന്ന പോർഷൻ ഒറ്റ പീസിൽ വേണമെങ്കിൽ ചെയ്യാം. ഈ ഒരു ഫുൾ ലെങ്ത്തിൽ തന്നെ നമുക്കൊരു ഷീറ്റ് 2mm ഷീറ്റ് വളച്ചെടുക്കാം. പക്ഷേ ഞാനത് 1, 2, 3, 4 പീസായിട്ടാണ് വളച്ചിരിക്കുന്നത്. അത് എൻ്റെ ഒരു സൗകര്യത്തിനും കുറച്ചുകൂടെ നമുക്ക് വളയ്ക്കാനുള്ള ഒരു ഈസി മെത്തേഡിനും വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഒന്നിച്ച് വേണം വളയ്ക്കാം. ഞാൻ അങ്ങനെ പല വണ്ടികൾക്കും വളച്ച് എടുത്തിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുകയാണെങ്കിൽ ഇതാ, നിങ്ങളിങ്ങനെ ഒരു 2mm ഷീറ്റ് എടുത്ത് ആ ടോപ്പ് പോർഷനിൽ നമുക്കിതിങ്ങനെ വളയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് ഒറ്റ
ഇതിൽ വളയ്ക്കാതെ നിങ്ങൾ ഇതിനിടയ്ക്ക് ഒരു PVC പൈപ്പ്, ഒരു 3/4 ഇഞ്ച് PVC പൈപ്പ് ചുമ്മാ വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും റോളായിട്ടുള്ള എന്തെങ്കിലും സാധനം വെക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ചൂടാക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. ഇത് ഈസി ആയിട്ട് വളഞ്ഞു കിട്ടും. അങ്ങനെ സുഖമായിട്ട് നമുക്കത് വളയ്ക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് വളച്ച് ഒട്ടിച്ചിരിക്കുന്നത്. കണ്ടോ, ഇത് എല്ലാവരും ചോദിക്കുന്നൊരു സംശയമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇക്കൂട്ടത്തിൽ അതൊന്ന് പറഞ്ഞു വെച്ചത്. ഓക്കെ. അതുപോലെ പലർക്കും തോന്നുന്നൊരു സംശയമായിരിക്കും, ഈ ബ്ലാക്ക്, ഈ ഒരു ഗ്രിൽ കൗൾ പോർഷൻ എന്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്? ഇത് നമ്മുടെ ബ്ലാക്ക് ഫോറക് ഷീറ്റാണ്. ബ്ലാക്ക് ഫോറക് ഷീറ്റ് സ്ട്രിപ്പായിട്ട് വെട്ടി നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ആണ് ഇതിൻ്റെ ഔട്ടർ ലൈനായിട്ട് കാണുന്ന ഈ ഒരു സിൽവർ ബീഡിങ് ആണോ, ഒരു സിൽവർ ബീഡിങ് പോയിട്ടുണ്ട്. ഈ സിൽവർ ബീഡിങ്ങും അടിയിലത്തെ ചെറിയ ഗ്രില്ലും, ഇത് രണ്ടും ചെയ്തിരിക്കുന്നത് നമ്മുടെ ലെഡാണ്. അതായത് നമ്മൾ സോൾഡറിങ് അയണിലൂടെ നമ്മൾ സോൾഡർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ലെഡ്, ആ ലെഡാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അതാകുമ്പോൾ ഈസി ആയിട്ട് വളയ്ക്കാം, ഒട്ടിക്കാനും എളുപ്പമാണ്. പിന്നെ ഇത് നമ്മൾ 2 ഷീറ്റ്, ഇതുണ്ട് ഗ്ലാസ് ഷീറ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ OSP ഷീറ്റ് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി കട്ടിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടൊരു സാധനമുണ്ട്, നമ്മുടെ ക്ലിയർ ഷീറ്റ് എന്ന് പറയും. അതായത് നമ്മുടെ അക്രിലിക്കിൻ്റെ 1/2 mm ക്ലിയർ ഷീറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ അത് ചെറിയ പീസായിട്ട് കിട്ടില്ല, ഒരു റോളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാകുമ്പോൾ 2 കോട്ടിങ്, അകത്തും പുറത്തും 2 കോട്ടിങ് വരുന്നുണ്ട്. ആ ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടിച്ച് പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ട് ആ കോട്ടിങ് പറിച്ച് കളഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ ഇതൊക്കെ ഉപയോഗിച്ച്, ടേപ്പൊന്നും ഉപയോഗിച്ച് പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത് മറയ്ക്കേണ്ട ആവശ്യം ഗ്ലാസ്സിന് വരുന്നില്ല. അങ്ങനെ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ആ ഒരു കോട്ടിങ് ഇവിടെ കിടപ്പുണ്ട്, പുറത്തെ കോട്ടിങ് അകത്തെ കോട്ടിങ് കിടപ്പുണ്ട്. ഓക്കെ, കണ്ടോ? അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫൈനൽ കാര്യങ്ങൾക്ക് കിടക്കാം. കൃത്യമായ അളവ് അപ്പോൾ ഞാൻ പറഞ്ഞു 13 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ വീതി. അപ്പോൾ പലർക്കും ഉള്ള സംശയമാണ് 13 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് കൃത്യം എവിടെയായിട്ട് വരും എന്നാണ്. അപ്പോൾ അത് ഞാൻ കറക്റ്റ് കാണിക്കാം. വണ്ടിയുടെ ഈ ഗ്ലാസ് പോർഷൻ വരുന്നതിൻ്റെ തൊട്ട് താഴെ, ഗ്ലാസിൻ്റെ ബോട്ടത്തിൽ ഇവിടെയാണ് നമുക്ക് കൃത്യം 13 സെൻറ്റിമീറ്റർ വേണ്ടത്. കണ്ടോ? അതിപ്പോൾ 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 15. അത് ആ ഒരു വണ്ടിയുടെ വീതി എന്ന് പറയുന്നത് മാക്സിമം ഇവിടെയാണ്, ഈ പോർഷനാണ്. ഇവിടെ നിന്നും നേരെ താഴോട്ട് വന്നിട്ട് ഒരു ബീഡിങ് ഉണ്ടാവും. അതായത് നമ്മുടെ ഈ വീലാർച്ചൊക്കെ വരുന്നതിൻ്റെ അടുത്തൊരു ഒരു ബീഡിങ്. ഈ ബീഡിങ്ങിൻ്റെ അവിടെ നിന്ന് പിന്നെ ഇത് താഴോട്ട് വീണ്ടും ഒരല്പം കർവ്ഡായിട്ട്, അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ടേപ്പറായിട്ട്. അപ്പോൾ അടിയിലത്തെ വീതി 12.8, ഇവിടെ 13, ഇവിടെ വരുമ്പോൾ നമുക്ക് 11.4 അല്ലെങ്കിൽ 11.6 ഒക്കെ വരാം. അത് പല ബോഡി ടൈപ്പിനും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 11.6 എന്നും 11.4 എന്നും പറഞ്ഞു. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന ആ ഒരു അളവിൽ നമുക്ക് എടുക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ബോഡി ഒട്ടിച്ച് എടുക്കാൻ പറ്റും. ഇനി ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് അളവുകൾ തൊട്ട് തുടങ്ങാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്ന് എഴുതിയെടുക്കുക. ഈ വണ്ടിയുടെ ടോട്ടൽ നീളം 46 സെൻറ്റിമീറ്ററാണ്. അതായത് ബമ്പർ ടു ബമ്പർ നീളം 46 സെൻറ്റിമീറ്ററാണ്. ഈ 46 സെൻറ്റിമീറ്ററിൽ ഈ ഫ്രണ്ട് ടു നമ്മുടെ ഈ ഒരു ഫ്രണ്ട് വീലിൻ്റെ സെൻറ്റർ, അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു FOH, ഫ്രണ്ട് ഓവർഹാങ് എന്ന് പറയുന്ന നീളം എന്ന് പറയുന്നത് നമുക്ക് 4.8 സെൻറ്റിമീറ്ററാണ്. 4.8 ആണ് വരുന്നത്. ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് ഇത് ചീറ്റ മോഡലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 210 ഇഞ്ച് നീളമാണ് അതിന് വരുന്നത് ഒറിജിനൽ. അപ്പോൾ 210 എന്ന് പറഞ്ഞാൽ 533 സെൻറ്റിമീറ്ററാണ്. 210 ഇഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് 533 സെൻറ്റിമീറ്റർ. 533 നമ്മുടെ ഈ അളവിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് വരുന്നത് 26.65 എന്ന് വെച്ചാൽ 26.7 എടുത്താൽ മതി. അപ്പോൾ 4.8ഉം 26.7ഉം പിന്നെ ബാക്കി എത്ര മിച്ചം നമുക്ക് ക്ലിയർ ആയിട്ട് അതിൽ നിന്ന് കിട്ടും. കാരണം നമ്മുടെ ടോട്ടൽ നീളം 46ആണ്. അപ്പോൾ 46ൽ നിന്ന് ഈ 4.8ഉം ഈ 26.7ഉം കുറച്ചാൽ നമുക്ക് ബാക്കി കിട്ടുന്നത് 14.5ആണ്. അപ്പോൾ ഈ ബാക്കിലെ റിയർ ഓവർഹാങ് എന്ന് പറയുന്നത് 14.5 സെൻറ്റിമീറ്റർ ആയിരിക്കും നീളം. അപ്പോൾ നിങ്ങൾക്ക് നീളത്തിനെ കുറിച്ചൊരു ഐഡിയ കിട്ടി. ഇനി ഉള്ളത് ഇതിൻ്റെ പൊക്കമാണ്. പൊക്കം എന്ന് പറയുന്നത് ഈ അടിയിൽ നിന്നും ഇവിടം വരെ നമുക്ക് കൃത്യമായിട്ട് 6 സെൻറ്റിമീറ്ററാണ്. അതായത് ഷട്ടറിൻ്റെ ബോട്ടം ടു ബോഡിയുടെ ബോട്ടം വരെ 6 സെൻറ്റിമീറ്ററാണ്. ഈ 6 സെൻറ്റിമീറ്ററിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഒരു ബീഡിങ് ഇവിടെ പോകുന്നുണ്ട്. അത് പല വണ്ടിക്കും പല പണ്ടത്തെ മോഡലുകൾക്ക് പല ബോഡി ടൈപ്പിനും വ്യത്യാസങ്ങൾ വരാറുണ്ട്. പക്ഷേ ഈ ഒരു ടൈപ്പിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന അളവ് എന്ന് പറയുന്നത് ഇത്
ഈ ഷട്ടറിൻ്റെ ബോട്ടം ടു ഈ ബീഡിങ് വരെ 3.4 സെൻറ്റിമീറ്റർ. ഇവിടെ ഞാൻ ബീഡിങ് വെച്ചിട്ടില്ല. ഇത് ഈ ബീഡിങ് ഇപ്പോൾ ഇതിൻ്റെ വീലാർച്ചിൻ്റെ ലെവലിൽ തന്നെ പോകുന്ന മോഡലാണിത്. അതുകൊണ്ട് ഇത് 3.4, ബാക്കി 2.6 ആയിരിക്കും ഇതിൻ്റെ ഈ ഒരു 2 അളവ്. അവിടെ നിന്നും ഷട്ടറിൻ്റെ പൊക്കം എന്ന് പറയുന്നത് 3.8 സെൻറ്റിമീറ്ററാണ് പൊക്കം. പിന്നെ അവിടെ നിന്നും ഷട്ടറിൻ്റെ ടോപ്പിൽ നിന്നും ഞാൻ പറഞ്ഞ ഈ ഒരു സൈഡ് പോർഷൻ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ലൈൻ അവിടെ വരെ 0.8 ആണ്. പിന്നെ ബാക്കി നമുക്ക് 2 സെൻറ്റിമീറ്ററാണ് ബാക്കി ഹൈറ്റ് വരേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ടോട്ടൽ പൊക്കം എന്ന് പറയുന്നത് നമുക്ക് 12.6 സെൻറ്റിമീറ്റർ ആയിരിക്കും വരുന്നത്. ടോട്ടൽ പൊക്കം 13 സെൻറ്റിമീറ്റർ വീതിക്ക് 12.6 സെൻറ്റിമീറ്ററാണ് പൊക്കം വരുന്നത്. അവിടെ നിന്നും ചെറിയൊരു കർവിലാണ്, അതായത് സെൻറ്റർ പോർഷൻ ഒരല്പം ഉയർന്ന് മഴവെള്ളം വീഴുമ്പോൾ അത് ഒഴുകി പോകുന്ന രീതിയിൽ ഉള്ള ഒരു സ്ലോപ്പ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സെൻറ്ററിലെത്തുമ്പോൾ അത് 12.8 ഓളം വരും. അതായത് വീതിക്ക് തുല്യമായിട്ട് ഏകദേശം ഒരു 2 mm വ്യത്യാസത്തിലാണ് ടോപ്പിൻ്റെ പൊക്കം, സെൻറ്റർ പൊക്കം വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൊക്കത്തിലുള്ള അളവ്. ഇനി ഈ സൈഡിലുള്ള ഓരോ അളവുകളെ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ ഒരു ഫ്രണ്ട് നമ്മൾ ക്വാർട്ടർ ഗ്ലാസ്, ഇത് ഞാൻ ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. ഞാനിത് അടച്ചു വെച്ചിരിക്കുന്നത് എന്തിനാ വെച്ചാൽ വേറെ പെയിൻറ്റുകളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി അടച്ചു വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഇത് നിങ്ങൾക്കും പരീക്ഷിക്കാവുന്ന ഒരു മെത്തേഡാണ്. കട്ട് ചെയ്യുക, അത് എടുക്കുക, ഗ്ലാസ് ഒട്ടിച്ചതിന് ശേഷം, ഗ്ലാസ് ഇന്നറിലാണ് ഒട്ടിക്കുന്നത്, അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഈ ഒരു പോർഷൻ, കട്ട് ചെയ്ത പോർഷൻ അതിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ആ ഗ്ലാസ് പോറലൊന്നും വീഴാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ ഷട്ടറിൻ്റെ വീതി എന്ന് പറയുന്നത് 3.4 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 3.8 സെൻറ്റിമീറ്റർ പൊക്കവും 3.4 സെൻറ്റിമീറ്റർ വീതിയുമുള്ള 4 കോർണറും കർവ്ഡായിട്ടുള്ള ഗ്ലാസ്സുകൾ, ഷട്ടറുകളാണ് നമുക്ക് പണ്ടത്തെ മോഡൽ വണ്ടിക്കുള്ളത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞു ഇത് ചീറ്റ മോഡലാണെന്ന് പറഞ്ഞു. 210ൻ്റെ ചീറ്റ മോഡലാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്വാർട്ടർ ഗ്ലാസ് പ്ലസ് 1 2 3 4 5 6 7 8 9 10 ഷട്ടറുകളും വീണ്ടും ബാക്കിലൊരു റിയർ ക്വാർട്ടർ ഗ്ലാസ് മോഡൽ കണ്ടോ. അപ്പോൾ ഈ ഒരു റിയർ ക്വാർട്ടർ ഗ്ലാസിൻ്റെ വീതി എന്ന് പറയുന്നത് 2.4 സെൻറ്റിമീറ്ററും ഫ്രണ്ടിലത്തത് 1.8 സെൻറ്റിമീറ്ററുമാണ്. ഇത് താഴത്തെ വീതിയാണ് ഞാൻ പറഞ്ഞത്. മുകളിലത്തെ വീതി ആസ് പെർ വണ്ടി മോഡലിനനുസരിച്ചിരിക്കും. കാരണം ഈ ഒരു ഇതിലെ പോർഷൻ, അത് ഗ്ലാസ് പോർഷൻ്റെ സ്ലോപ്പ് കുറച്ചുകൂടെ ഇൻക്ലൈൻഡ് ആണെങ്കിൽ, അതായത് ടേപ്പർ ആണെങ്കിൽ ഇവിടുത്തെ വീതി ഒരല്പം കൂടെ കുറയും. ബാക്കിലും അതുപോലെ തന്നെ. അപ്പം നമുക്കിതൊരു നോർമൽ വീതി, പൊക്കം, സ്ലോപ്പും ഒക്കെ ആയതുകൊണ്ട് ഞാനിവിടെ 1.8ഉം ഇവിടെ 1.2ഉമാണ് എടുത്തിരിക്കുന്നത്. ബാക്കിൽ 2.4ഉം 2ഉമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ്. അത് നമുക്ക് ആ സ്ലോപ്പ് കട്ട് ചെയ്യുമ്പോൾ ഏകദേശം മനസ്സിലാവും. അപ്പം വണ്ടി മോഡലിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അങ്ങനെ ഇതിപ്പോൾ എനിക്കൊരു ഓർഡർ വർക്കും കൂടെ ആയതുകൊണ്ട് ആ മോഡൽ അനുശാസിക്കുന്ന സ്ലോപ്പാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഉള്ളത് വീലാർച്ചിൻ്റെ നീളമാണ്. ഈ താഴത്തെ വീലാർച്ചിൻ്റെ കട്ടിങ്ങിൻ്റെ ഉള്ളിലുള്ള നീളം എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററാണ്. അതായത് എല്ലാ ബസ്സുകൾക്കും 120 സെൻറ്റിമീറ്റർ, 4 അടിയാണ് ഈ വീലാർച്ചിൻ്റെ നീളം. അപ്പോൾ അതിനെ നമ്മുടെ ഈ 13 സെൻറ്റിമീറ്ററിൻ്റെ അളവിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് വരുന്നത് 6 സെൻറ്റിമീറ്ററാണ്. ഈ 6 സെൻറ്റിമീറ്റർ നീളവും നമുക്ക് ഇതിൻ്റെ പൊക്കം, ഈ ബീഡിങ് വരെ ഞാൻ പറഞ്ഞു 2.6 സെൻറ്റിമീറ്ററാണ് പൊക്കം എന്ന് പറയുന്നത്. അപ്പോൾ 2.6 സെൻറ്റിമീറ്ററിലുള്ള ഒരു ഏകദേശം ഒരു പ്രത്യേക കർവ്ഡായിട്ടുള്ള ഒരു മോഡൽ വീലാർച്ചാണ് ഇതിനുള്ളത്. ഇത് പല മോഡലും ഉണ്ട്. നേരെ ഇങ്ങനെ സ്ട്രെയിറ്റ് കട്ട് ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്, നമ്മുടെ KSRTCയിലൊക്കെ പോലെ കട്ട് ചെയ്തിരിക്കുന്നുണ്ട്. പല മോഡലിലും വരുന്നുണ്ട്. പണ്ടൊക്കെ വീലാർച്ചിന് പല ടൈപ്പും ഇറങ്ങാറുണ്ട്. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനിയുള്ളത് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ഫസ്റ്റ് പറയാനുള്ളത് 2 ഗ്ലാസിൻ്റെ അളവാണ്. ഈ ഗ്ലാസിൻ്റെ താഴത്തെ ഒരു ഗ്ലാസിൻ്റെ നീളം, താഴത്തെ നീളം എന്ന് പറയുന്നത് 5.7 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 5.7ഉം ഒരു കുത്തുകാലും വീണ്ടും 5.7, അങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ പൊക്കം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ നമുക്കൊന്ന് അളന്ന് നോക്കാം. ഇതിൽ നമുക്ക് 4 സെൻറ്റിമീറ്ററാണ് പൊക്കം വരുന്നത്. 4 സെൻറ്റിമീറ്ററിൻ്റെ പൊക്കത്തിൽ 5.7 സെൻറ്റിമീറ്റർ വീതിയിലാണ് ഈ ഗ്ലാസ് വരുന്നത്. പക്ഷേ താഴെയാണ് 5.7, മുകളിൽ വരുമ്പോൾ നമുക്ക് അത് 5.4 വരും. കാരണം ഇവിടുത്തെ 13 ഇതിങ്ങനെ കുറഞ്ഞു വരികയാണ് മുകളിലേക്ക്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ റൂട്ട് ബോർഡിൻ്റെ നീളമാണ്.
റൂട്ട് ബോർഡിൻ്റെ നീളം എന്ന് പറയുന്നത് 4.5 നീളവും 1 സെൻറ്റിമീറ്റർ പൊക്കമാണ്. ഇത് പല വണ്ടിക്കും വ്യത്യാസം വരാം. ഈ നീളം ചെറുതുള്ളതുകൊണ്ട് ഒരു ഫുൾ നീളം ഇതിൻ്റെ ഇവിടുത്തെ അതേ വീതിക്ക് തന്നെ വരുന്നതുകൊണ്ട്, പിന്നെ ഒരു പ്രത്യേക ഷേപ്പിൽ വരുന്നുണ്ട്. ഇവിടെ ഒരു ഇച്ചിരി പൊക്കം കുറഞ്ഞ് ഇവിടെ പൊക്കം കൂടിയ ടൈപ്പ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ആസ് പെർ ആ മോഡലിനനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഗ്ലാസിൻ്റെ അളവ്. ബാക്കിലെ ഗ്ലാസ്സിന് ഏകദേശം ഇതോടൊപ്പം തന്നെ സെയിം ഫ്രണ്ടിലെ അതേ ഗ്ലാസിൻ്റെ സൈസ് തന്നെ, അതായത് 5.7 നമുക്ക് 4 സെൻറ്റിമീറ്റർ പൊക്കവും 5.4 സെൻറ്റിമീറ്റർ മുകളിലെ വീതിയുമായിട്ടാണ് ബാക്കിലെ ഗ്ലാസ് വരുന്നത്. ബാക്കിലെ റൂട്ട് ബോർഡിന് മാത്രം നമുക്ക് ഇതിൽ വരുന്നത് 5.4 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ പൊക്കമാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഗ്ലാസ് അളവുകൾ. ഇനി നമുക്ക് ഫ്രണ്ട് കൗള് പറയാം. അപ്പോൾ ഫ്രണ്ട് കൗളിൻ്റെ ഈ ഒരു നീളം, അതായത് ഈ ബ്ലാക്ക് പോർഷൻ്റെ ഔട്ടർ ടു ഔട്ടർ നീളം എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ഇതിൻ്റെ അത് വരുന്നത്, ഞാനിവിടെ എഴുതിയത് വായിക്കുകയാണ്. അപ്പോൾ ഗ്രില്ല് നമുക്ക് 10.6 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഔട്ടർ വരുന്നത്, ഇവിടുന്ന് ഇവിടം വരെ 10.6. ഇതിൻ്റെ പൊക്കമെന്ന് പറയുന്നത് 2.6 ആണ്. അപ്പോൾ ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ, അതായത് ഈ ഒരു ഗ്രിൽ കൗള് കുറച്ച് ഇറക്കി വെച്ചതുകൊണ്ട് കുറച്ച് പൊക്കി വെച്ച മോഡലുണ്ട്. അതായത് ഇവിടെ അശോക് ലെയ്ലാൻഡ് എന്നുള്ള ഒരു എഴുത്ത്, ഒരു ലെറ്ററിങ് വരുന്ന ടൈപ്പ് ഉണ്ട്. ഈ സംഭവം കുറച്ച് ഇറങ്ങി നിൽക്കും. ഈ മോഡൽ ആ ഒരു ടൈപ്പാണ്. ചിലതിന് ഇത് പൊക്കി വെക്കും, അങ്ങനെ വ്യത്യാസം. അപ്പോൾ ഈ ചെറിയ ഗ്രില്ലിന് ചിലപ്പം വലിപ്പം കൂടുതൽ, അതായത് പൊക്കം കൂടുതലുള്ള മോഡലുള്ളത്. അപ്പോൾ ഇത് ചെറിയ ഗ്രില്ലിൻ്റെ നമുക്ക് നീളമെന്ന് പറയുന്നത് നമുക്ക് എടുക്കുന്നത്, നമുക്ക് നാളെ നോക്കാം. ഇത് വരുന്നത് 5.2 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ അത് വരുന്നത് 0.8 ആണ് ഇതിൻ്റെ പൊക്കം വരുന്നത്. അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു നീളം എന്ന് പറയുന്നത് 2.4 1.2 ഈ ഒരു പോർഷൻ്റെ സൈസ് വരുന്നത്. ഓക്കെ, ഞാൻ ഈ അളവുകൾ എഴുതി ഇവിടെ ഇട്ടിരിക്കുകയാണ്, പെട്ടെന്ന് അളന്ന് കാണിക്കപ്പം അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ കൂടെ വരുന്നുണ്ട്, സോറി. പിന്നെ വരുന്നത് നമുക്ക് ടോപ്പ് വീതിയാണ്. അത് പലർക്കും തോന്നുന്നൊരു സംശയമാണ്. ടോപ്പ് വീതി എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഇവിടെ കാണിക്കാൻ പറ്റില്ല, കാരണം ഇത് കറോഡ് ആയതുകൊണ്ട്. അപ്പോൾ ഇത് ടോപ്പിലെ ആ എഡ്ജ് ടു എഡ്ജ് നീളം എന്ന് പറയുന്നത് 11.4 ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ബോട്ടം, അതായത് അടിയിലത്തെ ടോട്ടൽ വീതി എന്ന് പറയുന്നത് 12.8 ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു കൗളിൻ്റെ ടോട്ടൽ പൊക്കം 6 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഓക്കെ, ബാക്കിൽ നമ്മളത് 5.5 സെൻറ്റിമീറ്ററാണ്. ഇപ്പോൾ ഞാൻ ഏകദേശം എല്ലാ അളവുകളും പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ടയർ സൈസ് 13 സെൻറ്റിമീറ്ററിൻ്റെ വണ്ടിക്ക് വരുമ്പോൾ നമുക്ക് 5 സെൻറ്റിമീറ്ററാണ് നമുക്ക് കറക്റ്റ് ഔട്ടർ ഡയമീറ്റർ വരുന്നത്. തിക്നെസ് 1.2 സെൻറ്റിമീറ്ററും ഇന്നർ ഡയ 3 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ അതിൻ്റെ ഔട്ടറാണ്. ഗ്രിപ്പും കൂടെ ചേർത്ത് വരുമ്പോൾ ചിലപ്പോൾ 5.1 എടുക്കാം, കുഴപ്പമില്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ എടുക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു മോഡൽ വണ്ടിയുടെ ഇപ്പോൾ ചെയ്യാനുള്ള കൃത്യമായ അളവ്. ഇനിയിപ്പോൾ ഇതിൻ്റെ സീറ്റുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഫിക്സ് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ ഫിക്സ് ചെയ്യുമെന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, ഇതിപ്പോൾ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം വെറുതെ ഒട്ടിച്ചിരിക്കുകയാണ്, ടെമ്പററി ആയിട്ട് ഒട്ടിച്ചിരിക്കുകയാണ്. അതെടുത്തിട്ട് ആ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ സീറ്റുകളെല്ലാം ഫിക്സ് ചെയ്തിട്ട് ഇൻറ്റീരിയറിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം പ്ലാറ്റ്ഫോം ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ടോപ്പ് ഓൾറെഡി ഒട്ടിച്ചു പോയി, അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയും നേരം അളവുകൾ കാര്യങ്ങൾ തന്ന ഈ ഒരു ബസ്സിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നറിയാമോ? ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഓർഡർ വർക്കുകളാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കുകളെല്ലാം കൂടുതൽ ഓർഡർ വർക്കുകളാണ്. അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് ഞാൻ ഇതിനോടൊപ്പം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ രസകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബസ് മിനിയേച്ചറിന് ഒരു വളരെ പ്രത്യേകതയുണ്ട്. എനിക്ക് അഭിമാനം തരുന്ന, വളരെ സന്തോഷം തരുന്ന ഒരു മോഡലും കൂടെയാണിത്. കാരണം ഇതെൻ്റെ 100ാമത്തെ ഓർഡർ വർക്കാണ്. സെഞ്ചുറി തികയുന്ന ഓർഡർ വർക്കാണ്. ഈ ഓർഡർ വർക്ക് എനിക്ക് തന്നയാളും അത് കൊടുക്കുന്നതും ഒരു വളരെ തികച്ചും ഒരു സസ്പെൻസായി
അല്ലെങ്കിൽ വളരെ ഒരു പിന്നെ എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തന്നെ എടുക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നുകൊണ്ട് അത് തൽക്കാലം വെളിയിൽ പറയുന്നില്ല. ഓക്കെ, അത് വഴിയെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഓർഡർ വർക്ക് 100ാമത്തതാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു ഓർഡർ വർക്ക് 100ാമത്തെ ഈ വർക്ക് എനിക്ക് ശരിക്കും ഇപ്പം നമ്മളൊരു 9 വർഷത്തോളമായി മിനിയേച്ചർ വർക്കുകൾ ഓർഡറായിട്ട് ചെയ്തു കൊടുക്കുന്നു. ഓർഡർ എന്ന് പറയുമ്പോൾ എൻ്റെ ആദ്യത്തെ വർക്ക് ഒരാളെനിക്കൊരു ഓർഡർ തന്നതിന് ശേഷം നമ്മൾ അത് ചെയ്തു കൊടുക്കുകയായിരുന്നില്ല. എൻ്റെ വീട്ടിൽ വന്ന ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത് ഒരിക്കൽ ഞാൻ ചെയ്തു വെച്ചൊരു വണ്ടി കണ്ടിട്ട് അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുകയും എന്നോടത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കത് കൊടുക്കാൻ മനസ്സിലായിരുന്നു. കാരണം നമ്മളൊന്ന് ഇതുപോലെ മിനിയേച്ചർ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അത് തരാൻ സാധിക്കില്ല എന്ന് വളരെ സൗമ്യമായി സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ വളരെ പുള്ളിയോട് നമ്മുടെ ഒരു മനസ്സ് കാണിച്ചു പറയുകയൊക്കെ ചെയ്തു. പക്ഷേ പുള്ളിക്ക് അത് വളരെ ആഗ്രഹിച്ചിട്ടാണ് പുള്ളി ഇരുന്നത്. അപ്പോൾ പുള്ളി ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ ഒരു വിലയൊക്കെ പറഞ്ഞെങ്കിൽ പോലും എനിക്ക് കൊടുക്കാൻ തോന്നിയില്ല. നമുക്ക് അന്നേരം ഇതിനൊരു വില എന്നുള്ളത് ഒരു മൂല്യമാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചില്ല. പക്ഷേ പിന്നീട് അദ്ദേഹം എൻ്റെ കൂട്ടുകാരനോടൊപ്പം തിരിച്ചു പോവുകയും അദ്ദേഹം മലബാർ സ്വദേശിയാണ്, മലബാറിലാണ്, വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പിന്നീട് എന്നെ കോൺടാക്റ്റ് ചെയ്യുകയും അതേപോലൊരു വർക്ക്, സെയിം വർക്ക് പുള്ളി പറഞ്ഞാൽ ചെയ്തു തരാമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ചോദിച്ചതിൻ്റെ പുറത്ത് ഞാൻ ഒരു വർക്ക് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. എൻ്റെ ഫസ്റ്റ് ഓർഡർ വർക്ക് അങ്ങനെ ചെയ്തു കൊടുത്തു. ആ വർക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം എനിക്ക് തന്ന ഒരു വിലയുണ്ടതിന്. ആ വില ഇന്നും എനിക്ക് വളരെ അമൂല്യമാണ്. കാരണം ഒരു ഹാൻഡ് മെയ്ഡ് മിനിയേച്ചർ വർക്കിന് അത്രമാത്രം വിലയുണ്ട് എന്ന് എന്നെ പഠിപ്പിച്ചത് ആ ഒരു ക്ലയൻറ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓർഡർ തരുന്ന ക്ലയൻറ്റിനെ അവരെ നമ്മളൊരു റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നോക്കിക്കൊണ്ടുള്ള വർക്കുകൾ മാത്രമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ശരിക്കും എനിക്ക് സ്വന്തമായി ഒരുപാട് മിനിയേച്ചർ വർക്കുകൾ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ ഓർഡർ വർക്കുകൾ കാരണം അതിനൊരു സമയം കിട്ടുന്നില്ല. എങ്കിലും ഞാൻ ഇത്രയും പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 തികഞ്ഞത് എൻ്റെ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിൽ നിന്നുള്ള ഓർഡർ വർക്കാണ്. അപ്പോൾ ഈ 14 ജില്ലകളിൽ നിന്നും ഓർഡർ വർക്ക് കിട്ടാൻ ഒരു ഭാഗ്യം ഉണ്ടായി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതിന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അതിനൊരു നന്ദി ഞാൻ പറയണം. അത് തീർച്ചയായിട്ടും ഈ അവസരത്തിൽ പറയുകയാണ്. അങ്ങനെ 100 വർക്കുകൾ തികഞ്ഞ ഈ ഒരു സന്ദർഭത്തിൽ ഇതും കൂടെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ആഘോഷമാക്കണം എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അങ്ങനെ ഒരു വർക്ക് 100ാമത്തെ ഒരു വർക്ക് വളരെ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു സാധനമാണിത്. അപ്പോൾ അത് കുറച്ച് ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ബാക്കിയുള്ള എൻ്റെ 99 വർക്കുകളുടെയും ഡീറ്റെയിൽസ് സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിനിടയ്ക്ക് പല വർക്കുകളും എനിക്ക് ഫോട്ടോ ഇടാനോ യൂട്യൂബ് വീഡിയോ ആയിട്ട് ഇടാനോ സാധിച്ചിട്ടില്ല. കാരണം നമ്മൾ മിനിയേച്ചർ ബസ്സുകൾ മാത്രമല്ല ഓർഡർ വർക്കുകളായിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരിക്കൽ എൻ്റെ ഒരു ഫാമിലി സുഹൃത്ത് എന്നോട് അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടിയിട്ട് ഒരു എക്സിബിഷൻ, അതായത് സയൻസ് എക്സിബിഷന് വേണ്ടിയിട്ട് ഒരു ഉപഗ്രഹ മോഡൽ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ് ഞാനത് ചെയ്തു കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതും ഓർഡർ വർക്കാണ്. കാരണം അത് നമുക്കൊരു പൈസ പറഞ്ഞ് നമ്മളോട് തന്നിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് ചെയ്തു കൊടുത്തു. പക്ഷേ അത് സോഷ്യൽ മീഡിയയിൽ എനിക്ക് അന്നേരം ഇടാനൊന്നും പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ പല മോഡൽസും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും അല്ലാതെ ഫ്രണ്ട്സിൻ്റെ മക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബസ്സുകളല്ലാതെ മറ്റു വാഹനങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയത് ചില മികച്ച വർക്കുകൾ നമ്മൾ ചെയ്തു തീർത്ത് അതിൻ്റെ ഒരു ഫോട്ടോ പോലും സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരു പ്ലാറ്റ്ഫോമിലൂടെയോ പുറത്ത് ലോകത്തേക്ക് കാണിക്കാൻ പോലും പറ്റാതെ എനിക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അത് സീക്രട്ടായിട്ട് ചെയ്യണമെന്നുള്ള അവരുടെ നിർബന്ധത്തിൽ മാത്രം ചെയ്തിരിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ക്ലയൻറ്റിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കത് വളരെ സങ്കടത്തോടു കൂടി നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ചില വർക്കുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ആ ക്ലയൻസ് നമ്മളോട് പിന്നീട് അവരത് കൊണ്ടുപോയതിന് ശേഷം ഒരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞിട്ട് അത് തരാത്തവരുണ്ട്. കാരണം അവർ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് കൊടുത്തതായിരിക്കാം. ഒരു പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്കൊരു ഫോട്ടോ എനിക്ക് തരാൻ സാധിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടാവാം. എനിവേ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും
100 ഓർഡർ വർക്കുകൾ ആയിട്ടുണ്ട്. ഈ 100-ൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് ഒരു ഓണർ അദ്ദേഹത്തിൻ്റെ ബസ്സുകൾ 5 ബസ്സുകൾ ഒന്നിച്ച് അറ്റ് എ ടൈം ഓർഡർ തന്ന ഒരു ക്ലയൻ്റ് ഉണ്ട്. ഡോണി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത്. പയനിയർ എന്ന ബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് 5 എണ്ണമാണ് ഒന്നിച്ച് ഞാൻ ചെയ്തത്. അതുപോലെ 3 എണ്ണം ഒന്നിച്ച് ചെയ്തതുകൊണ്ട്, 2 എണ്ണം ഒന്നിച്ച് ചെയ്തതുകൊണ്ട്, പിന്നെ ഒരു ഓർഡർ തന്നിട്ട് അത് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അവർ 1, 2, 3 ഓർഡർ എനിക്ക് റിപ്പീറ്റായിട്ട് തന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ എനിക്ക് വളരെ നന്ദിയുണ്ട്. കാരണം ഇന്നും ആ ഒരു സൗഹൃദം വളരെ കീപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ. ഏകദേശം ഒരു 92ഓളം ക്ലയൻസ് ആണ് ഇതിനോടിടയ്ക്ക് ഈ ഒരു 9 വർഷത്തിനിടയ്ക്ക് എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൊഫഷണൽ വാല്യൂ ഈ ഒരു കാര്യത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തീർച്ചയായിട്ടും ഞാനൊരു അളവുകൾ ഡീറ്റെയിൽസ് മാത്രമേ ഗ്രൂപ്പിൽ പറയുന്നുള്ളൂ, ഇങ്ങനൊരു വീഡിയോയിലൂടെ കാണിക്കുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ അതിനെ ഏറ്റെടുത്ത് ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ തന്ന് നിങ്ങളത് കാണുന്നുണ്ടെങ്കിൽ, ക്ഷമയോടുകൂടി കാണുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഒരു വിജയമാണ് തീർച്ചയായിട്ടും. എന്തായാലും നിങ്ങളിൽ പലർക്കും, ഭൂരിഭാഗം ആളുകൾക്കും എൻ്റെ വീഡിയോ കൊണ്ട് ഉപകാരമുണ്ടായി എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ഈ ഒരു ബസ് മോഡൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇന്ന് തന്നെ ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഇത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളതിൻ്റെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ അപ് ടു ഡേറ്റ് ആയിട്ട് വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ സഹിതം കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വരാം. ബൈ.